ഹായ് എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് എളുപ്പത്തിൽ സംസാരിച്ചു തുടങ്ങാനായി രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഡെയിലി റുട്ടീൻ, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം പ്രാക്ടീസും ചെയ്യാം. ഇംഗ്ലീഷ് എളുപ്പത്തിൽ സംസാരിച്ചു തുടങ്ങാം എന്ന് പറയാനുള്ള കാരണം, ഡെയിലി റുട്ടീൻ പറയുമ്പോൾ കൂടുതലായും ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന വേർബ് V1 ഫോം ഓഫ് ദ വേർബ് ആണ്. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുമ്പായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഐ യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 6:30 ഇൻ ദ മോർണിംഗ്. രാവിലെ സാധാരണയായി 6:30-ക്കാണ് ഞാൻ എഴുന്നേൽക്കാറുള്ളത്. എന്നാൽ ഏകദേശം 6:30-ഓടുകൂടിയാണ് ഞാൻ എഴുന്നേൽക്കാറുള്ളത് എന്നിങ്ങനെ പറയാം. ഐ യൂഷ്വലി വേക്ക് അപ്പ് അറൗണ്ട് 6:30. ഐ യൂഷ്വലി വേക്ക് അപ്പ് അറൗണ്ട് 6:30. ഞാൻ സാധാരണ ഉണരുന്ന സമയം 6:30 ആണ്. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ മൈ യൂഷ്വൽ വേക്ക് അപ്പ് ടൈം ഈസ് 6:30 എന്ന് പറയാം. മൈ യൂഷ്വൽ വേക്ക് അപ്പ് ടൈം ഈസ് 6:30. ഐ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ആൻഡ് ഫ്രഷൻ അപ്പ്. ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആകും. ഐ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ആൻഡ് ഫ്രഷൻ അപ്പ്. ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ടാക്കും. ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് സൈമൾട്ടേനിയസ്ലി. ഇതിനർത്ഥം ഒരേ സമയം 2-3 കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, സൈമൾട്ടേനിയസ്ലി. ഒന്നുകൂടി ലളിതമായി ഇങ്ങനെയും പറയാം, ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് അറ്റ് ദ സെയിം ടൈം. ദെൻ ഐ വേക്ക് മൈ സൺ അപ്പ് അറൗണ്ട് 7 AM. ദെൻ ഐ വേക്ക് മൈ സൺ അപ്പ് അറൗണ്ട് 7 AM. അത് കഴിഞ്ഞ് 7 മണിയോടെ ഞാൻ എൻ്റെ മോനെ ഉണർത്തും. ദെൻ ഐ വേക്ക് മൈ സൺ അപ്പ് അറൗണ്ട് 7 AM. വൺസ് ഹി ഗെറ്റ്സ് റെഡി ഹി ഹാസ് ബ്രേക്ക്ഫാസ്റ്റ്. അവൻ റെഡി ആയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. വൺസ് ഹി ഗെറ്റ്സ് റെഡി ഹി ഹാസ് ബ്രേക്ക്ഫാസ്റ്റ്. പിക്സ് അപ്പ് ഹിസ് ലഞ്ച് ബോക്സ് ആൻഡ് ലീവ്സ് ഫോർ സ്കൂൾ. അവൻ്റെ ലഞ്ച് ബോക്സ് എടുത്ത് സ്കൂളിലേക്ക് പോകും. പിക്സ് അപ്പ് ഹിസ് ലഞ്ച് ബോക്സ് ആൻഡ് ലീവ്സ് ഫോർ സ്കൂൾ. വൺസ് ഹി ഗെറ്റ്സ് റെഡി ഹി ഹാസ് ബ്രേക്ക്ഫാസ്റ്റ്, പിക്സ് അപ്പ് ഹിസ് ലഞ്ച് ബോക്സ് ആൻഡ് ലീവ്സ് ഫോർ സ്കൂൾ. Shortly after he leaves, my husband leaves for the office as well. മോൻ സ്കൂളിലേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹസ്ബൻഡും ഓഫീസിലേക്ക് പോകും. Shortly after he leaves, my husband leaves for the office as well. Shortly after he leaves. അവൻ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ my husband leaves for the office as well. എൻ്റെ ഹസ്ബൻഡും ഓഫീസിലേക്ക് പോകും. After they leave, I have breakfast. അവർ പോയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. After they leave, I have breakfast. Do some cleaning, take a shower later and then pray. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം വീട് വൃത്തിയാക്കി കുളിച്ച ശേഷം പ്രാർത്ഥിക്കും. Do some cleaning, take a shower later and then pray. After they leave, I have breakfast, do some cleaning, take a shower later and then pray. After that, I do some YouTube work, have lunch around 1 PM and then I take a nap. After that, അത് കഴിഞ്ഞ് I do some YouTube work. യൂട്യൂബിൽ എഡിറ്റിംഗ്, അപ്ലോഡിംഗ് അങ്ങനെയുള്ള ജോലികൾ ചെയ്യും. ഹാവ് ലഞ്ച് അറൗണ്ട് 1 PM. ഏകദേശം 1 മണിയോടെ ഞാൻ ഉച്ചഭക്ഷണം കഴിക്കും. ആൻഡ് ദെൻ ഐ ടേക്ക് എ നാപ്പ്. ശേഷം ഉച്ചയ്ക്ക് കുറച്ചു നേരം ഉറങ്ങും. ഈ കുറച്ചു നേരം ഉറങ്ങുന്നതിനെയാണ് നാപ്പ് എന്ന് പറയുന്നത്. ഉച്ചമയക്കം എന്ന അർത്ഥമാണ് നാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ 3 PM മൈ സൺ ഇസ് ബാക്ക് ഫ്രം സ്കൂൾ and I give him some snacks and milk. 3 മണിയോടെ എൻ്റെ മോൻ സ്കൂളിൽ നിന്നും തിരിച്ചെത്തും. By 3 PM my son is back from school. ഞാൻ അവന് സ്നാക്സും മിൽക്കും കൊടുക്കും. I give him some snacks and milk.
By 3 p.m., my son is back from school and I give him some snacks and milk. After 6 p.m., I help him with his homework. 6 മണി കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മോനെ ഹോംവർക്കിൽ സഹായിക്കും. ആൻഡ് ഐ ഡു സം ഡിന്നർ പ്രിപ്പറേഷൻസ്. രാത്രി ഡിന്നറിനുള്ള ഭക്ഷണം ഉണ്ടാക്കും. ഐ ഡു സം ഡിന്നർ പ്രിപ്പറേഷൻസ്. ഹാവ് ഡിന്നർ, ദെൻ ഐ ടേക്ക് എ സ്ട്രോൾ. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് നടക്കാൻ പോകും. ഇവിടെ സ്ട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സസൈസ് അല്ലാതെ കാഷ്വലായി നടക്കുന്നതിനെയാണ്. ഹാവ് ഡിന്നർ, ദെൻ ഐ ടേക്ക് എ സ്ട്രോൾ. ആഫ്റ്റർ 6 p.m. I help him with his homework and I do some dinner preparations. Have dinner, then I take a stroll. Before going to bed, I do some preparations for the next day, if required. Like I usually soak almonds and set curd. കിടക്കാൻ പോകുന്നതിന് മുൻപ് നാളത്തേക്ക് ആവശ്യമുള്ളത് എന്താണോ അതെല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷമാണ് ഉറങ്ങാൻ പോകാറുള്ളത്. അതായത് സാധാരണ ബദാം വെള്ളത്തിൽ കുതിർക്കാനിടുന്നതും കേടുണ്ടാക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷമാണ് ഉറങ്ങാൻ പോകാറുള്ളത്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഐ ഡു സം പ്രിപ്പറേഷൻസ് ഫോർ ദ നെക്സ്റ്റ് ഡേ ഇഫ് റിക്വയർഡ്. ഇവിടെ റിക്വയർഡ് എന്നതിന് പകരം നീഡഡ് എന്നും പറയാം. ഇഫ് നീഡഡ്, ആവശ്യമുണ്ടെങ്കിൽ. ലൈക്ക് ഐ യൂഷ്വലി സോക്ക് ആൽമണ്ട്സ് ആൻഡ് സെറ്റ് കേർഡ്. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.